ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് കുടുംബത്തെ കാണാനാണെന്ന്. കുടുംബം സാറിന് അറിയാമോ ഏതെങ്കിലും കുടുംബത്തെക്കുറിച്ച്? ലോകമേ തറവാടെന്നല്ലേ പറയുന്നത്, വസുധൈവ കുടുംബകം. അതനുസരിച്ച് അങ്ങ് പോവുക. ഭാരതീയ തത്വശാസ്ത്രത്തിലുള്ള അപാരമായ പാണ്ഡിത്യവും അതിൻ്റെ അനുസരണയും കൊണ്ട് പോവുകയാണ്. ലോകം മുഴുവൻ തറവാടാണ് എവിടെ ചെന്നാലും. ഇപ്പം തൽക്കാലം ഒരു ചേഞ്ചിന് വേണ്ടി മാറ്റം നല്ലതല്ലേ അത്. കൊളംബിയയിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ പക്ഷേ ഇദ്ദേഹം ഈ തേജ് പ്രതാപ് എന്തോ മുന വെച്ച് സംസാരിക്കും പോലെയാണ്. തേജ് പ്രതാപിന് അസൂയ വരും. സ്വന്തം കാമിയെ ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് മൂടിഞ്ഞവനെ ഇറങ്ങടാ വെളിയിൽ നിന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുക ലാലു പ്രസാദ് യാദവ്. അതാണ് ഇയാളാണ് ഈ നമുക്ക് എന്താ പറയുന്നത്, സ്വാതന്ത്ര്യം വേണം, ഭരണഘടന വേണം. പ്രായപൂർത്തിയായ മൂത്ത മകനാണിത്, ഒന്നാമത്തെ നമ്പർ 1. അദ്ദേഹം സ്വന്തം കാമിയെ തിരഞ്ഞെടുക്കാൻ അവകാശമില്ലേ, കുടുംബത്തിന് ചേരുന്ന അല്ല ബന്ധമെന്നും പറഞ്ഞ് അടിച്ചു പൊടിച്ചു. ഇയാളാണ് ഈ കീഴാളരെയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമഗ്രമായിട്ട് ഉയർത്തി എവിടെ ചെന്നു? തിഹാർ ജയിലിൽ പോയി. കാലിത്തീറ്റയിൽ വരെ കള്ളം കാണിച്ച മനുഷ്യൻ. അയാളുടെ രണ്ടാമത്തെ മകൻ അച്ഛൻ്റെ കാലടികൾ പിന്തുടരുന്നുണ്ട്. ഇയാൾ ഇവിടെ പറഞ്ഞിട്ട് നേരത്തെ പോയി. തേജസ്വി യാദവ് ഇപ്പോൾ ബീഹാറിലെ RJDക്ക് എതിരായിട്ട് ഉള്ള പോരാട്ടമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ധൈര്യമായിട്ട് ഒരാളെങ്കിലും പറഞ്ഞു. ഇന്ത്യയിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു അടുത്തിടെ ഒരു ഫോട്ടോ കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് ബജാജ് ബൈക്ക്, അതല്ലല്ല ബജാജ് ബൈക്കുകൾ കൊളംബിയയിൽ വിറ്റഴിക്കപ്പെടുന്നു. അത്ഭുത പരതന്ത്രനായിട്ട് രാഹുൽ ഗാന്ധി അങ്ങ് കൊളംബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കമ്പി അടിച്ചിരിക്കുകയാണ്. ഭയങ്കര വാർത്ത, എക്സ്ക്ലൂസീവ്. ഇപ്പോൾ ജേർണലിസ്റ്റിൻ്റെ റോള് കൂടി എടുത്തിരിക്കുകയാണ്. കൗബോയ് റോള്, കോമാളി റോള്, രാഷ്ട്രീയ നേതാവിൻ്റെ റോൾ, ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിപ്പോൾ പോലീസുകാരൻ്റെ റോൾ. അതാണ് വോട്ട് ചോരി എന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതാണ്. പരാതി നൽകാൻ തയ്യാറല്ലല്ലോ. അതെ, രാജകുമാരനെ ആകുമ്പോൾ എന്തും ആകാമല്ലോ. അപ്പം 2 ബൈക്കുകളുടെ കൊടുത്തിട്ട് കണ്ടോ, ഇന്ത്യ നിർമ്മിത ബൈക്കുകൾ വിദേശത്തും വിറ്റഴിക്കപ്പെടുന്നു, പ്രൗഡ് ഓഫ് ഇറ്റ് എന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യാസ് ഈസ് എ ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞ് നാവെടുത്തിട്ടില്ല വായിൽ നിന്ന്. ആ മനുഷ്യനാണിപ്പോൾ ഇന്ത്യയുടെ ആ വളർച്ച അവിടെ നിന്ന് കാണുന്നത്. അതിവിടെ നമ്മൾ പോലും അറിയാത്ത കൊളംബിയ, ഇന്ത്യയുടെ കാറുകൾ ബ്രിട്ടനിൽ വരെ ഓടുന്നുണ്ട്, പല രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. 100 രാജ്യങ്ങളിലേക്ക് അടുത്തിടെയാണ് കാറുകൾ കയറ്റി അയച്ചത്. എന്ത് കാറ്? ഇലക്ട്രിക്കൽ കാർ എന്നാണ് അവർ പറയുന്നത്. ഇലക്ട്രിക്കൽ കാർ, വൈദ്യുതി കൊണ്ട് മാത്രം ഓടുന്ന, പെട്രോൾ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ വലിയ ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടാടി. അതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്നിപ്പോൾ ഇന്ത്യൻ നിർമ്മിതമായ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതിപ്പോൾ വയ്ക്കാൻ കാരണം എന്താണെന്നറിയാമോ? കരൂരിൽ വലിയ ട്രാജഡി നടക്കുമ്പോൾ ഏതാണ്ട് ഹാഫ് സെഞ്ചുറി തികച്ചു മരണം അവിടെ വിജയ് നടത്തിയ ആ കൂട്ടായ്മയിൽ. അത് തികച്ചു കഴിഞ്ഞപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. രാഹുൽ ഗാന്ധി എവിടെയെന്നും പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയോ എല്ലാവരും. പുള്ളിയെ കാണാൻ കുറച്ച് നാളുകളായി തന്നെ ഈ ചോദ്യമുണ്ട് ഇദ്ദേഹത്തിന്റെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട്. അതിലാണല്ലോ ഇപ്പോൾ തേജ് പ്രതാപിന്റെ പ്രതികരണം. ഇദ്ദേഹം പോകുന്നത് കുടുംബത്തെ കാണാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം ആരാണ്? കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കളും എല്ലാം ആയിട്ടുണ്ടോ? എൻ്റെ മോനെ, ഇതൊന്നും എനിക്കറിയാം. കൊളംബിയയിൽ വലിയ മയക്കുമരുന്ന് കാർട്ടലുകളുണ്ട്, എനിക്കതറിയാം. കൊളംബിയ വനാന്തരങ്ങളുള്ള ഒരു ദേശമാണത്. കാശ്മീരിൽ ഈ വനങ്ങളിൽ ഈ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നവരെ അവിടെ അവിടെ ഭീകരവാദികളില്ല, മയക്കുമരുന്ന് കാർട്ടലുകളാണ്. മയക്കുമരുന്നിൻ്റെ കൃഷിയും ഈ കാട്ടിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ആമസോൺ വനാന്തരങ്ങൾ അവിടെ കൂടിയാണല്ലോ പോകുന്നത്. ബ്രസീലിൽ മാത്രമല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വലിയ സൗകര്യം, പല രാജ്യങ്ങളിൽ കൂടി അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒളിച്ചിരിക്കാനും അതുപോലെ കൃഷി ചെയ്യാനും ഓപ്പിയം ഒക്കെ കൃഷി ചെയ്യാനും ഒക്കെ വലിയ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്. വലിയ കാർട്ടലുകൾ അതിൽ നിന്ന് ആഗോള തലത്തിൽ തന്നെ കയറ്റുമതികൾ നടത്തുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കാർട്ടലിൻ്റെ, അതായത് മയക്കുമരുന്ന് രാജാവിൻ്റെ മകളെ ഈ രാജകുമാരൻ, രാജാക്കന്മാരാണല്ലോ, അതൊരു രാജാവാണ്, കുറഞ്ഞാളൊന്നുമല്ല, മയക്കുമരുന്നിൻ്റെ രാജാവാണ്. അപ്പോൾ ഇദ്ദേഹം രാജകുമാരൻ, ഇന്ത്യയുടെ രാജകുമാരനാണല്ലോ. അങ്ങനെ തള്ളി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ കോൺഗ്രസ്സുകാർ. അപ്പോൾ അയാൾ എന്താ കുഴപ്പം? രാജകീയമാവണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊരെണ്ണം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല.
മലേഷ്യയിലും കൊണ്ടുവരണം. നമ്മൾ പടത്തിൽ കൂടെ ആകണ്ട, നമ്മളെ ഒന്നും ഈ കല്യാണത്തിന് വിളിക്കുക, നമ്മളെ അത്തപ്പാടികൾ. ഇത് മധുവിധു ആഘോഷമാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം പട്ടായിയിലും പോയിരുന്നതായിട്ടൊക്കെ പറയും, എനിക്കറിയില്ല. ബ്ലിറ്റ്സ് ഒന്നും പറഞ്ഞ് ഇന്ത്യയിലുള്ള ഒരു വാരികയും പറയാൻ ധൈര്യപ്പെട്ടില്ല. ബംഗ്ലാദേശിൽ നിന്നൊരു പ്രസിദ്ധീകരണം ഇന്ത്യയിലുണ്ടായിരുന്നു, കരഞ്ചിയയുടെ ഒരു ബ്ലിറ്റ്സ്. ആ ബ്ലിറ്റ്സ് അല്ല ഇത് ബംഗ്ലാദേശിലെ ബ്ലിറ്റ്സ്. ആ ബ്ലിറ്റ്സിൽ വാർത്തയായിട്ട് വന്നു, രാഹുൽ ഇങ്ങനെയൊക്കെ വന്നാൽ കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കും. ഒറ്റയാൾ പ്രതിഷേധിച്ചില്ല, രാഹുൽ ഗാന്ധി നിഷേധിച്ചില്ല, സോണിയാഗാന്ധി നിഷേധിച്ചില്ല. അപ്പം മകൻ ഇങ്ങനെ വിളയാട്ടം അവിടെയൊക്കെ പോയി നടത്തുന്നത് കൊണ്ട് അഭിമാനിച്ചും ഒക്കെ ഇരിക്കുകയാണ് ആ കുടുംബം. വീട്ടുകാർക്ക് ഒരു പരിധിയില്ലേ? പരിധി ഉണ്ടല്ലോ, ഇത്രയും വയസ്സുള്ള മകനെ അതെ കല്യാണം കഴിക്കാൻ ഹരിയാന ഗവൺമെന്റിനോട് പറഞ്ഞു, ഹരിയാന ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ മകന് വേണ്ട പെണ്ണിനെ ആലോചിക്കും. അവർക്ക് അതല്ലേ മാമാപ്പണിയല്ലേ ഹരിയാനയിലെ ജനങ്ങൾ. അവർ മറുപടി കൊടുത്തങ്ങനെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റിച്ചു, കോൺഗ്രസിനെ മുച്ചൂടും തോപ്പിച്ചു, നിലം തൊട്ടില്ല കോൺഗ്രസ്. മാമാപ്പണി ആരോപിച്ചു. അവിടുന്ന് അന്തസ്സുള്ളവരല്ലേ നിങ്ങൾ, രാജാക്കന്മാരും രാജകുമാരിമാരും രാജകുമാരന്മാരുമായിട്ട് ഒക്കെ ഇരുന്നു. ഞങ്ങൾ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ. ആ ഭൂമിയാണ് റോബർട്ട് വാദ്ര വന്നിട്ട് റിയൽ എസ്റ്റേറ്റിനുള്ള സ്ഥലമാക്കി മാറ്റി കോടികൾ വീട്ടിലുണ്ടായി. നിങ്ങൾ അതൊക്കെ ചെയ്തു, പക്ഷെ നിങ്ങളെ മാമാപ്പണി ചെയ്യാൻ നിൽക്കരുത്. അല്ല, ഇതിപ്പോൾ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവരെ പാർലമെന്റിൽ എത്തിക്കണേ, കല്യാണം കഴിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ അഹങ്കാരം ഈ കുടുംബത്തിൻ്റെ എന്ന് പറയുന്ന പോലെ. അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇത്രയും പേര് ഇന്ത്യക്കാർ മരിച്ചപ്പോഴും തിരിഞ്ഞൊന്ന് നോക്കുക. ഇയാൾക്ക് ഈ വിമാനം എന്നൊക്കെ പറഞ്ഞ ചാർട്ടേഡ് ഫ്ലൈറ്റും കുടുംബത്തിന് തന്നെ വിമാനം വാങ്ങിക്കാനുള്ള പണമൊക്കെ ഇല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണമുള്ള കുടുംബങ്ങളിലൊന്നല്ലേ ഇത് നാഷണൽ ഹെറാൾഡ്. അല്ല, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് സാറേ. ഈ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുകയും പ്രധാനമന്ത്രി അടക്കമുള്ള ഓരോ ഇന്ത്യക്കാരനും അതിൽ ആശംസയുമായി സന്തോഷമായി മുന്നോട്ട് വരുന്നപ്പോൾ ഇദ്ദേഹവും മല്ലികാർജുന ഖാർഗെ മൗനം പാലിക്കുകയാണ്. അവർ അറിഞ്ഞിട്ടില്ല പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ കാര്യം. അവർ ദുഃഖിതരായിരിക്കുകയാണ്. പരാജയപ്പെട്ട് ഈ വോട്ട് മോദിക്ക് പോകുമല്ലോ, ഇതിനെങ്ങനെ തോൽവി കണ്ടെടുത്താവുന്ന അവരുടെ സെല്ലിനെ കൊണ്ട് ഗവേഷണം നടക്കുക. അവരുടെ റിസർച്ച് സെല്ല് ഇങ്ങനെ ഗവേഷണം നടക്കും. ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ അടിച്ചു, അത് ബോൾ ചെയ്തത് അത് ശരിയല്ലല്ലോ. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടില്ലേ, വലിയ ഗവേഷണം നടത്തി കണ്ടെത്തി വോട്ട് ചോരി കണ്ടുപിടിച്ചു. വലിയ ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ്, ഫ്യൂഷൻ ബോംബ്, ഫിഷൻ ബോംബ് എല്ലാം പൊട്ടിച്ചില്ലേ. അതുപോലെ എങ്ങനെ ബീഹാറിൽ അത് പൊട്ടു? ബീഹാറിൽ ആര് പൊട്ടു? ബീഹാറിൽ സംശയം എന്താ, മോഡി വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ ചാണക്യന്. അപ്പോൾ ഇയാൾ കിടന്ന ഇപ്പോൾ SIR പ്രഖ്യാപിച്ചല്ലോ, സർ എന്നും പറഞ്ഞ് മനോരമ കളിയാക്കിയല്ലോ. മനോരമ കമാന്നൊരു ചമ്മിപ്പോയില്ലേ, ഒരക്ഷരം ഉണ്ടല്ലോ. എന്താ സാറിന് കുഴപ്പം? എവിടെ നിങ്ങളുടെ അന്നത്തെ പ്രകടനം? സാർ എന്ന് പറഞ്ഞാൽ എന്തോ മയക്കുമരുന്ന് പോലെ എന്തോ കുറ്റകൃത്യമാണ്, ക്രിമിനൽ കുറ്റകൃത്യമാണെന്നല്ലേ മനോരമ താങ്ങിക്കൊണ്ട് പറഞ്ഞത്, തള്ളിക്കൊണ്ട് പറഞ്ഞത്. എവിടെ? SIR പ്രകാരം എന്താ തെരഞ്ഞെടുപ്പ് നടക്കുന്നു? SIR വെച്ചിട്ട് പരിഷ്കരിച്ച വോട്ട് ലിസ്റ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തടയാമെങ്കിൽ തടഞ്ഞു മനോരമയ്ക്ക്. പാർട്ടികൾ മുഴുവൻ അംഗീകരിച്ചു. സത്യമേവ ജയതേ മനോരമ. എന്തായിരുന്നു സർ? ആളിക്കത്തിക്കാനുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളിക്കത്തിയത് എന്താണ്? ജനാധിപത്യം. താഴോട്ട് പോയത് എന്താണ്? മനോരമയുടെ സർക്കുലേഷൻ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. താഴോട്ട് പോയി. ലോകത്തിലെ ഏറ്റവും വലിയ അസാഹി ഷിൻബൂണിനെക്കാട്ടി വലിയ പത്രമാക്കാൻ പോയതാ. കുത്തനെ വീണു മനോരമയുടെ സർക്കുലേഷൻ. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. അവിടുത്തെ ട്രെയിനിങ്. അല്ലാതെ കള്ളത്തരമാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹമാണ്, കോൺഗ്രസിനോടുള്ള സ്നേഹമാണ്. രാഹുൽ ഗാന്ധിയെ എങ്ങനെങ്കിലും കൊണ്ടുവരാം, എങ്ങനെങ്കിലും കള്ളം പറഞ്ഞെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ. എന്നിട്ട് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ല, വോട്ട് ചോരി യാത്ര നടത്തി പുള്ളി അവിടെ പറ്റ്നയെ കൊണ്ടെത്തിച്ചു. മോദിയെ ഇല്ലാത്ത തെറിയല്ല അദ്ദേഹത്തിൻ്റെ അമ്മയും പറയിച്ചിട്ട് നേരെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ കൊണ്ട് ബൈക്കിൽ മലേഷ്യയിൽ ഒരാളുമായിട്ട് പില്യൺ റൈഡിങ് നടത്തുന്നു. അതും സുഖവാസ കേന്ദ്രത്തിൽ. ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും അനുവാദമില്ലെന്ന് മാത്രമല്ല, പണം പോലും തികയത്തില്ല. നമുക്കതിൻ്റെ പരിസരത്ത് പോകാൻ പണം തികയത്തില്ല. അവിടെ പോയി രാജകുമാരൻ, എനിക്ക് തോന്നുന്നു അതും ബജാജിൻ്റെ ആയിരിക്കും. അതാണ് ബജാജിനെ പ്രശംസിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ബൈക്കിൽ കയറി പോയിരിക്കുക. എന്തൊരു കുമ്മിടി എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അതുപോലെ ഇവിടെ ബീഹാറിൽ കാണും, അടുത്ത ദിവസം എന്താ മലേഷ്യ, പിന്നെ അതേ കൊളംബിയ. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവിടെ അനുശോചിക്കുന്നത്. ഇവിടെ കരൂരിലെ സംഭവങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള ആൾ രാജ്യം ഭരിക്കണമെന്നേ. കാരണം നരേന്ദ്രമോദിയെ കൊണ്ട് കൊള്ളൂല്ല. വിദേശ രാജ്യങ്ങൾ കൂടുതൽ പോയി ഇന്ത്യയുടെ പണം മുഴുവൻ ചിലവാക്കിച്ചു എന്നാണ്. ഇത് കണ്ടില്ലേ, അദ്ദേഹം അഴിമതിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ലോക രാജ്യങ്ങൾ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക. ഉലകം ചുറ്റും വാലിബനായിട്ട് നടക്കുകയാണ്, ഉലകം ചുറ്റും വാലിബനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രധാനമന്ത്രിയാക്കണം അടുത്ത തവണ. അതാണ് വേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മലേഷ്യക്ക് പോകും. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയല്ലേ. മോദിയെ കൊണ്ടൊന്നും അതിന് പറ്റില്ലെന്നേ.
ഇങ്ങനല്ലേ വേണ്ടത്. സീനുകൾ ഇങ്ങനെ മാറി അല്ല, മാറിക്കൊണ്ടില്ല. അവിടെ പോയി ഇന്ത്യയെ വിമർശിക്കാതെ അതും തുടരാം. വേണമെങ്കിൽ നിങ്ങൾ വന്ന് ഇന്ത്യയെ ഭരിച്ചൊന്ന് ശരിയാക്കുക, കാരണം മോദി ഇവിടെ കുളമാക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാണല്ലോ സിറാജ് ദൗളയൊക്കെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരെ ക്ഷണിച്ചുകൊണ്ട് വന്നത്. അതുപോലെ വേണമെങ്കിൽ ഒന്നാകാം. മിർ കാസിമും ഒക്കെ പണ്ട് ചെയ്തതുപോലെ ഇന്ത്യയിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് വരാൻ ഈ പുത്രനെ വെച്ചാൽ മതി. ഇന്ത്യ അങ്ങ് പുരോഗമിച്ച് വികസിത രാജ്യമായിട്ട് തീരും ആ വഴി കൂടെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യയിലെ ഈ 140 കോടി ജനങ്ങൾക്കിടയിൽ ഈ കുടുംബത്തിന് അദ്ദേഹത്തിനൊരു വധുവിനെ കണ്ടെത്താൻ പറ്റില്ലേ? രാജീവ് ഗാന്ധിക്കും അത് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇന്ത്യക്കാർ റേസിസം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി. റേസിസം എന്നും പറഞ്ഞുകൊണ്ട്, കാരണം ആ സായിപ്പന്മാരുടെ പോലെ വെളുത്ത തൊലിയില്ലാത്തവരായി ഇവരെ തല്ലിക്കൊല്ലെന്നും പറഞ്ഞിപ്പോൾ കൊന്നുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയയിൽ കാനഡ എല്ലാവരും അല്ല, ചില ആൾക്കാർ എന്തൊരു വൃത്തികെട്ട തൊക്കിൻ്റെ കളറ് എന്ന് പറഞ്ഞിട്ട് അവരിൽ സൺബേൺഡ് സ്കിൻ അല്ലേ നിങ്ങളുടെയൊക്കെ, ബ്രൗൺ സ്കിൻ. ഞങ്ങളുടെ അതുപോലെ നല്ല വെളുത്ത തൊക്ക് വേണം. അങ്ങനെയുള്ളവരെ നോക്കിയായിരിക്കാം കൊളംബിയയിൽ എന്തെങ്ങനെ ആ തൊലി വരുമെന്ന് നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ കൊളംബിയയിലുണ്ട്. കാരണം അന്ന് സ്പെയിൻ കീഴടക്കി അവിടെ മുഴുവൻ ഉള്ള ആദിവാസികളെയും അവരുടെ സംസ്കാരങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് സ്പെയിൻകാരാണുള്ളത്. നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ്, നല്ല ആരോഗ്യമുള്ളവരുമാണ്. ആ വിധത്തിലുള്ള ഒരാളിനെ ആയിരിക്കാം. ഞാൻ കണ്ടിട്ടില്ലേ, എന്നെ കല്യാണത്തിന് വിളിച്ചിട്ടുമില്ല. ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല. അപ്പോൾ പണ്ടൊക്കെ ഈ സംബന്ധം വേളി എന്നും പറഞ്ഞ് രണ്ടുണ്ട് നമ്പൂതിരിമാർക്ക്. പിന്നെ വേളി അങ്ങ് കഴിക്കും, വീട്ടിലിരിക്കും. അതുകൂടാതെ ഏതെങ്കിലും വീട്ടിൽ പോയി ഇഷ്ടപ്പെട്ടവനുണ്ടെങ്കിൽ അവിടെ പോയി സംബന്ധം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പണ്ടത്തെ നമ്പൂതിരിമാർക്ക്. ഇന്ദുലേഖയിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് ആദ്യത്തെ നോവലിൽ. അതുപോലെ തന്നെ മുത്തലാഖ് എന്നൊരു സമ്പ്രദായം ഇസ്ലാം മതത്തിലുണ്ട്. മൊഴിയില്ല. അപ്പോൾ 2, 3 ആകാം. ഇപ്പോൾ മലേഷ്യയിലും ആകാം, കൊളംബിയയിലും ആകാം, പിന്നെ വേറെ എവിടെ വേണമെങ്കിലും ആകാം. പക്ഷെ റോമൻ കത്തോലിക്ക സമ്പ്രദായത്തിൽ അത് അനുവദനീയമല്ല. അപ്പോൾ ഇതെങ്ങനെ ആവുന്നു? ഈ ഭൂമിയുടെ 2 ഭാഗത്തായിട്ട് 2 കല്യാണങ്ങൾ എങ്ങനെ നടത്തി എന്നുള്ളത് 2 വീസകളെ ഉള്ളതുപോലെ, 2 സിറ്റിസൺഷിപ്പ് ഉള്ളതുപോലെ, അതായത് ഒന്ന് ബ്രിട്ടീഷ് പൗരത്വവും മറ്റൊന്ന് ഇന്ത്യ പൗരത്വവും ഉള്ളതുപോലെ വളരെയധികം നമ്മൾക്ക് ദുരൂഹമായിരിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.